ഹായ്, ഞാനിന്ന് നിൽക്കുന്നത് കുത്താമ്പുള്ളി എന്ന ഗ്രാമത്തിലാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഈ ഷോറൂമിലാണ്. ഇതിപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ എന്തെങ്കിലും പ്രത്യേകത തോന്നിക്കുണ്ടാവും. കാരണം ഇതാ ഇവിടെ ഒരു ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഒരു കൃഷ്ണന്റെ പടക്കം വെച്ചിട്ടുള്ള ഒരു ഷർട്ടാണ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോ ഇതുപോലെയുള്ള കുറെ വെറൈറ്റി, അതായത് നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇപ്പൊ ഇവിടെ ഞങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞത്, ഇവിടുത്തെ രാജാവ്, ഇവിടെ രാജഭരണമുള്ള സമയത്ത് കന്നഡയിൽ നിന്നും അവിടെയുള്ള ഇപ്പൊ ചെട്ടിയാര് എന്ന് പറയുന്ന അവര് നൂൽ നെയ്ത്തുകാര് എന്ന് പറയുന്നതാണ്. അവരെ രാജാവ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. അതായത് ഇവരുടെ നെയ്ത്തുകള് അത്രയ്ക്കും രാജാവിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെ കൊണ്ട് രാജ കൊട്ടാരത്തിലുള്ളതും അതുപോലെ തന്നെ അവർക്ക് വേണ്ട മറ്റുള്ള തോഴിമാർക്കോ മറ്റുള്ളവർക്ക് രാജ്ഞി അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നൂറ്റിക്കൊണ്ട് ഇത് അത്രയ്ക്കും രാജാവിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവരെ നിർത്തിക്കൊണ്ട് ഇത് ചെയ്യിക്കുകയായിരുന്നു എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ഹാൻഡ്ലൂം വർക്ക്. അതായത് നമ്മളിപ്പോ പറയലോ, നമ്മളിപ്പോ എന്തെന്നാ പറയാ, ഇപ്പൊ ശ്രീനിവാസൻ പറയണ പോലെ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല, ഉള്ളിലേക്ക് പോകേണ്ട കാര്യത്തിലല്ല, പുറത്തേക്ക് പോകേണ്ട കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറ്. അതും ശ്രദ്ധിക്കണത് തന്നെയാണ് മലയാളികൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കോട്ടൺ ഞാനിപ്പോ പിടിച്ചു നോക്കുമ്പോൾ പറയും, നമ്മൾ പറയും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയും എനിക്ക് പരിശുദ്ധി ഉള്ളത് വേണമെന്ന് പറയും. ഇത്രയ്ക്കും പരിശുദ്ധി, സ്വർണത്തിന്റെ പരിശുദ്ധി വേണമെന്ന് പറയും. പക്ഷെ നമ്മുടെ സ്വഭാവം നോക്കി കഴിഞ്ഞാൽ ഒരു പരിശുദ്ധി ഉണ്ടാവില്ല. അപ്പൊ ഇത് പറഞ്ഞു വന്നത് ഇതങ്ങനെയല്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചിട്ട്, അതായത് ഹാൻഡ്ലൂം, അതായത് അത്ര എന്തെന്ന് പറയാ, അത്രയ്ക്കും പ്യുവറായിട്ടുള്ള ഒരു നൂലുകൊണ്ട്, അല്ലെങ്കിൽ അത് അത്രയ്ക്കും സംസ്കരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഇതിടുന്നത്. അത് ഈ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ, നമ്മളെപ്പോഴും ശരീരത്തിൽ ഒരു ക്ലോത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ നോക്കി കഴിഞ്ഞാൽ കാണാം പല രീതിയിൽ. ഇപ്പോ കൃഷ്ണന്റെ ഫോട്ടോസിന് അതിപ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോ ജാതി മതമൊന്നുമില്ല എന്നുകൊണ്ട് ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ കാണുക, അതിലിപ്പോ നമ്മളിപ്പോ ഒരാള് സന്തോഷിച്ച് നടക്കുന്നത് കാണാം. അപ്പൊ എല്ലാവർക്കും എല്ലാതും പറ്റിയിട്ടില്ല. നമ്മളുള്ള സാമ്പത്തികം കൊണ്ട് എടുക്കുന്ന ക്ലോത്ത് നല്ലത് എടുക്കുക, അത് ഇടുക. അതിന് നമുക്ക് തന്നെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. നമ്മളിപ്പോ ഇപ്പൊ എവിടെയെങ്കിലും പോവാണ്, ഇപ്പോ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോവാ എന്ന് പറയില്ലേ, അതെപ്പോഴും നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാണുന്ന ഡ്രസ്സുകളൊക്കെ മേടിച്ചാലെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും സാമ്പത്തിക കൈ കഴിഞ്ഞ് ചിലപ്പോ ഇതിന്റെ ഒരു ഷോറൂമൊക്കെ ഞാനും നടത്തുന്ന തന്നെയാണ് എനിക്ക് തോന്നണത്. നമുക്ക് അതുപോലെയൊക്കെ ഒരുപാട് ഐഡിയകൾ ഇവിടെ വരുമ്പോ എനിക്ക് തോന്നിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്ക് ഡബിളല്ല ഇത്, ആ ഡബിള് മുണ്ടുകളാണത്. അതായത് അടുത്ത ഓണത്തിന് പറയുമ്പോ അതേ ഓണം എടുത്തു. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കുറവില്, അതായത് നല്ല ക്വാളിറ്റി വളരെ വില കുറവില് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. ഞാനിപ്പോ ഈ ഷർട്ട് എടുത്തപ്പോ ഞാൻ വിചാരിച്ചത് 1000-1200 രൂപയ്ക്കാണ് പറഞ്ഞത്. ഇതിപ്പോ ലാസ്റ്റ് നമുക്ക് 700 രൂപയ്ക്ക് കിട്ടി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിശയായിട്ട് നിൽക്കണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സാധാരണ നമ്മൾ ഭക്ഷണം വെച്ചിട്ട് ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പറയണ പോലെയല്ല, എന്ത് സാധനം കഴിച്ചിട്ടും പറയും അയ്യോ അടിപൊളിയായി എന്നല്ല അതിന്റെ അർത്ഥം. ഇത് ഞാനിത് വിട്ടപ്പോ എനിക്ക് കുറച്ച് ഇതുപോലെ തോന്നിച്ചു. പക്ഷെ എങ്കിലും അത് വളരെയധികം എന്തെന്ന് പറയാ, മനസ്സിന് നല്ലൊരു സന്തോഷം നൽകി. അതുപോലെ തന്നെ നിങ്ങൾ വരണം ഇവിടെ. ഇതിപ്പോ കുത്താമ്പുള്ളിയിൽ എത്തണം. ഇതിപ്പോ ഞങ്ങളിപ്പോ ഒരു കടയുടെ പേര് DSM എന്ന കടയിൽ ഞങ്ങൾ നിൽക്കണം. ഇവിടെ ഒരുപാട് കടകളുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നപ്പോ ഇവിടെ നെയ്ത്തിന്റെ മെഷീൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ, വേറൊരു ഓഫർ കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഓഫർ സാരി ഒക്കെ പറയുന്നുണ്ട്. ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി സാരി ഫ്രീ ആണ്. സാരികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്തെന്ന് പറയാ, നമ്മളിത് എടുത്തു കൊണ്ടുകഴിഞ്ഞാൽ നമുക്കിപ്പോ എനിക്ക് ഹാൻഡ്ലൂമൊക്കെ എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്.
നമുക്കൊരു 10-20 കൊല്ലം, അത് 10 കൊല്ലം എന്തായാലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഇതിന്റെ പ്രത്യേകത ഞാൻ നോക്കിയിട്ടുള്ളത്, ഈ സാരികളുടെ പ്രത്യേകത, അല്ലെ ഇപ്പൊ ഷർട്ടിന്റെ പ്രത്യേകത, ക്ലോത്തിന്റെ പ്രത്യേകത, ഹാൻഡ്ലൂം പറഞ്ഞു കഴിഞ്ഞാൽ അത് അലക്കും തോറും അതിന്റെ പവർ കൂടിക്കൊണ്ടിരിക്കും, അതായത് അതിന്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ക്ലോത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ വരണം, കാണണം. അപ്പൊ ഓക്കെ.